പുള്ളി സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ ഒളിവിൽ താമസിക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ ശക്തം. സുകുമാരക്കുറുപ്പിന്റേത് എന്ന് കരുതുന്ന ചിത്രം പുറത്തുവിട്ട് മുൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ അലി അക്ബർ സുകുമാരക്കുറുപ്പിനെ പിടിക്കാതിരിക്കാനാണ് പലർക്കും ജാഗ്രതയെന്ന് അലി അക്ബർ. കുറുപ്പ് കുടുംബവുമായി ആശയവിനിമയം നടത്തിയെന്ന വിവരം പോലീസിന് നൽകിയിട്ടുണ്ട്. സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും സുകുമാരക്കുറുപ്പ് തന്നെയാണ് ഇതെന്ന് കരുതുന്നുവെന്നും അലി അക്ബർ പറയുന്നു. അലി അക്ബറിന്റെ വാക്കുകളിലേക്ക്. അയാളുടെ കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അന്നത്തെ വിവരങ്ങൾ വെച്ചുകൊണ്ട് അയാൾ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. ബ്രൂണയിലെ ഒരു ഹോട്ടലിൽ അദ്ദേഹം നിരന്തരമായി വരികയും അവിടുന്ന് സന്ധ്യയ്ക്ക് ശേഷം ആഹാരം കഴിച്ചും മറ്റേ പോകുന്നതും അദ്ദേഹം ഇന്ത്യൻ വംശജനായ മലേഷ്യക്കാരനാണ് എന്നാണ് സഹപ്രവർത്തകരൊക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇദ്ദേഹം മലയാളം സംസാരിക്കുന്നതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചില സംശയങ്ങൾ അവർക്ക് തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹത്തെ ഫോളോ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ കഴിയാത്തത് പോലീസിൻ്റെ ഒരു കഴിവുകേടായി ഞാൻ കാണുന്നില്ല. ഏതൊക്കെയോ മേഖലകളിൽ നിന്ന് അതിനൊരു പിന്നോട്ടടി പോലീസിൻ്റെ മേൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തെ പിടിക്കാനുള്ള ജാഗ്രതയല്ല, പിടിക്കാതിരിക്കാനുള്ള ജാഗ്രതയ്ക്കാണ് മുൻതൂക്കം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, എന്തായാലും ഇപ്പോൾ ഈ അലി അക്ബർ പുറത്തുവിട്ടിരിക്കുന്ന ചിത്രമാണ് ഇത്. ഈ ചിത്രത്തിൽ എത്രമാത്രം വിശ്വാസ്യതയുണ്ട്, ആധികാരികതയുണ്ട് എന്നുള്ളതൊക്കെ ചോദ്യമാണ്. പ്രത്യേകിച്ചും കേരള പോലീസ് ഈ അന്വേഷണം പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വളരെ വ്യാപകമായി തന്നെ പ്രചരിക്കുകയും മാധ്യമങ്ങളിൽ അതെല്ലാം വാർത്തകളായി പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ ഈ അലി അക്ബർ പറഞ്ഞതിൽ എത്രമാത്രം വിശ്വാസ്യതയുണ്ടാകും, ആധികാരികതയുണ്ടാകും? ഇനി കേരള പോലീസ് ഇതിൽ ഏതു രീതിയിലായിരിക്കും ഇടപെടൽ നടത്തുക? സ്വാതി, ഏതായാലും സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തുക അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പ് എവിടെയെന്ന ദുരൂഹത കേരള സമൂഹത്തിൽ ഏറെ കാലമായിട്ട് ഏതാണ്ട് 4 പതിറ്റാണ്ടോളടുത്തായി ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ദുരൂഹതകൾക്ക് പിന്നാലെയാണ്. ഇപ്പോഴാണ് ആ കേസിൽ മറ്റൊരു തരത്തിലുള്ള ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. 1.5 മാസം മുൻപാണ് ഉത്തരാഖണ്ഡ് ഭാഗത്ത് ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ പിന്നീട് ജാർഖണ്ഡിലേക്ക് മാറി ജോലിയിലെ ഭാഗമായി ജോലി ചെയ്യേണ്ടി വന്നിരുന്ന ഒരു നേഴ്സ്, മലയാളിയായിട്ടുള്ള ഒരു നേഴ്സ് നാട്ടിൽ തിരിച്ചെത്തുകയും ചിങ്ങോലി സ്വദേശിയായിട്ടുള്ള അവർ അവസാനമായി സുകുമാരക്കുറുപ്പിനെ കണ്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിക്കുവാൻ പോലീസ് ഉദ്യോഗസ്ഥർ, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അവരുടെ വീട്ടിലെത്തിയതൊക്കെ ബന്ധപ്പെട്ടൊരു വാർത്തകൾ വന്നിരുന്നു. അന്നാണ് അവസാനമായി, ഇതിനു മുൻപ് ഈ ഒരു വാർത്ത കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. ബ്രൂണോയിലുള്ള മലയാളം സംസാരിക്കുന്ന ഇന്ത്യൻ വംശജൻ എന്ന് അവകാശപ്പെടുന്ന ഇന്തോനേഷ്യക്കാരൻ എന്ന് സ്വയം വെളിപ്പെടുത്തുന്ന ആൾ ആണ് സുകുമാരക്കുറുപ്പിന്റെ സുകുമാരക്കുറുപ്പുമായി സാമ്യമുള്ള അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പാണ് എന്ന അനുമാനത്തിലേക്ക് എത്താൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പരിസരങ്ങളിലടക്കം ചില മാധ്യമങ്ങൾ എത്തുകയും അവിടെ നിന്നും വാർത്തകൾ നൽകുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്റലിജൻസ് വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോഴൊന്നും ആധികാരികമായി ഇത് സുകുമാരക്കുറുപ്പാണ് എന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്റർപോൾ ആകട്ടെ, അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളാകട്ടെ സുകുമാരക്കുറുപ്പ് വിഷയം അവരുടെ മുൻപിലുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ അവർ വാർത്ത തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർക്ക് ഇന്റലിജൻസ് വൃത്തങ്ങളിൽ നിന്നാകട്ടെ മറ്റ് ഏജൻസികളിൽ നിന്നാകട്ടെ ഇപ്പോൾ തന്നെ നിരവധിയായിട്ടുള്ള കോളുകളും മറ്റും ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന രീതിയിലേക്കുള്ള ഒരു അനുമാനത്തിലേക്കൊക്കെ എത്തുന്നു എന്ന രീതിയിലടക്കം ഇന്ന് രാവിലെ പോലും വാർത്തകൾ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് അത്തരത്തിൽ അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന തരത്തിൽ ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്ന, ബ്രൂണോയിൽ നിന്നടക്കം പുതിയ വാർത്തകൾ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഒരു സംഭവത്തിനുമായി ബന്ധപ്പെട്ടാണ് മുൻപ് ഈ കേസുമായി ബന്ധപ്പെട്ട ആധികാരികമായ അഭിപ്രായങ്ങൾ പറയാൻ ശേഷിയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയർഡായ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ അലി അക്ബർ. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന് അദ്ദേഹം പറയുന്നത് സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന് താൻ വിശ്വസിക്കുന്നില്ല, സുകുമാരക്കുറുപ്പിന്റേതാകാം ഈ ഒരു ചിത്രത്തിലുള്ള ആൾ എന്ന് തന്നെയാണെങ്കിൽ ഈ ചിത്രം സുകുമാരക്കുറുപ്പിന്റേതാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉറച്ചു പറയുന്നത്. സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ കഴിയാത്ത പോലീസിന്റെ പിടിപ്പുകേടല്ല എന്നും ചില സ്വാധീനത്തിന്റെ മൂലമായാണ് അദ്ദേഹത്തെ ഇത്രയും നാളായി പിടിക്കാൻ സാധിക്കാത്തതെന്നും അലി അക്ബർ പറയുന്നു. അദ്ദേഹം പറയുന്നത് തന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരുന്ന ഗുരുതര ആരോപണം പോലും അദ്ദേഹത്തിൻ്റെതായി മറ്റൊരു മാധ്യമത്തിൽ ഇന്ന് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇത്തരത്തിൽ അലി അക്ബർ ഇത് സുകുമാരക്കുറുപ്പാനുള്ള സാധ്യതകളെല്ലാം ഉറച്ചു നിൽക്കുന്നതിന് മറ്റൊരു കാര്യം, ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് മുൻപ് അദ്ദേഹം നടത്തിയ അന്വേഷണത്തിൽ കുടുംബവുമായി അല്ലെങ്കിൽ ഭാര്യയുടെ മുട്ടുവേദനയുമായൊക്കെ ബന്ധപ്പെട്ട് സുകുമാരക്കുറുപ്പ് ആശയവിനിമയം ഈ കുടുംബവുമായി നടത്തിയിരുന്നു എന്ന രീതിയിൽ
അദ്ദേഹത്തിന് കൃത്യമായി വിവരങ്ങൾ ലഭിച്ചിരുന്നു. അത് പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നതാണ്. ആ ഒരു അന്വേഷണം എത്രമാത്രം എത്തി എന്ന കാര്യത്തിൽ ഒരു അപ്ഡേഷൻ അദ്ദേഹത്തിന് പറയാൻ പക്ഷെ സാധിക്കുന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അലി അക്ബറിന്റെ ഭാഗത്ത് വരുന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഈ ചിത്രവുമായി അടക്കം സുകുമാരക്കുറുപ്പിന്റെ രൂപസാദൃശ്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ സംശയാസ്പദമാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ അസ്ഥികളുടെ സ്ട്രക്ചർ, ജോലയുടെ സ്ട്രക്ചർ, അല്ലെങ്കിൽ രൂപഭാവം, ഈ പൊക്കം 6 അടിക്ക് മേലെ ഉയരമുണ്ടായിരുന്ന കുറുപ്പിന്റെ അത്രയും പൊക്കം തന്നെ ഉണ്ടോ? 80 വയസ്സായിരിക്കും നിലവിൽ കുറുപ്പിന്റെ പ്രായം അനുമാനപ്പെടുത്തിയാൽ. ഈ ചിത്രത്തിൽ കാണുന്ന ആൾക്കാർ തന്നെയാണ് അമൽ. എന്തായാലും ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ആവശ്യമുണ്ട്. ഈ പുറത്തു വന്നിരിക്കുന്ന ചിത്രം എത്രമാത്രം ആധികാരികമാണ്, വിശ്വാസയോഗ്യമാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. മുൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ അലി അക്ബർ പുറത്തുവിട്ട ഒരു ചിത്രമാണ്. സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടില്ല എന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് അദ്ദേഹം അതിന് ഒപ്പം പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതിൽ കൃത്യമായിട്ടുള്ള ഉറപ്പ്, ആധികാരികതയൊക്കെ വരേണ്ടതുണ്ട്. ഈ ചിത്രം എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നതടക്കമുള്ള ചോദ്യം ഉയർന്നുണ്ട്. സുകുമാരക്കുറുപ്പിന്റെ കാര്യത്തിൽ ഇനിയും ദുരൂഹതകൾ ബാക്കിയാകുന്ന തരത്തിലുള്ള വിവരങ്ങളും വാർത്തകളുമാണ് ഈ ഒരു സമയത്ത് പുറത്തേക്ക് വരുന്നത്. ആ വിവരങ്ങളാണ് അമൽ സുരേന്ദ്രൻ നൽകിയത്.